കോർപ്പറേഷനും അതേപോലെ തന്നെ റെയിൽവേയും സംസ്ഥാന സർക്കാരും ജില്ലാ കളക്ടറും ഒക്കെ സംയുക്തമായി ചേർന്ന് നടപ്പാക്കേണ്ട വലിയൊരു പദ്ധതിയാണിത്. ഇത് നടപ്പാകാതെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യജീവനുകളാണ് അപകടത്തിൽപ്പെടുന്നത്. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് ഒന്ന് പോകാം. പ്രശാന്ത് ടിൻഡുദാസ് ആരാണ് നമുക്കപ്പോൾ ഈ ഒരു അവസരത്തിൽ ചേരുന്നത്? അവിടുത്തെ ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തോടിൻ്റെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എത്രമാത്രം പുരോഗമിച്ചു, അല്ലെങ്കിൽ അതിന്മേൽ എന്ത് അഭിപ്രായമാണ് ഏറ്റവും പുതുതായി അവിടുന്ന് നമുക്ക് ലഭിക്കുന്നത്? പ്രശാന്ത്. വിനോദ്, നമ്മളോടൊപ്പം നഗരസഭയുടെ പ്രതിപക്ഷ കൗൺസിലർ എം.ആർ. ഗോപൻ കൂടി, ബി.ജെ.പിയുടെ എം.ആർ. ഗോപൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മളോടൊപ്പം പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. അതായത് ഈ നഗരസഭയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ പദ്ധതികളെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി പദ്ധതികൾ നേരത്തെ ആവിഷ്കരിച്ചതാണ്. എന്നാലും മാലിന്യമുക്തമാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം തന്നെയല്ലേ വീണ്ടും ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്? അതായത് നഗരസഭ അധികൃതരുടെ ഒരു അനാസ്ഥ എന്ന് പറയേണ്ടി വരത്തില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇതിൻ്റെ ഏകദേശം ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് 12 കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ വാർഡുകൾ ടച്ച് ചെയ്താണ് ഇവിടെ വരുന്നത്. അവിടെ നിന്ന് വരുന്ന മാലിന്യമാണ് ഈ റെയിൽവേയുടെ 200 മീറ്റർ ചുറ്റളവിനകത്ത് കയറി പ്രവേശിച്ച് ഈ ഇന്നലെ ക്ലീൻ ചെയ്യാൻ കയറിയത് റെയിൽവേയുടെ അധീനതയിലാണ്. ആ വെറും 200 മീറ്റർ മാത്രമേ ഉള്ളൂ. 12 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശത്ത് എല്ലാ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നഗരസഭയുടെ ബാധ്യത, ഉത്തരവാദിത്വം അവരത് നിറവേറ്റിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമാകില്ലായിരുന്നു. പക്ഷെ നമ്മളിത് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ പറയുന്നു, നിരവധിയായിട്ടുള്ള അവസരങ്ങളിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ പറയുന്നു, ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയിൽ എല്ലാ സാമ്പത്തിക വർഷവും ഒരു ബഡ്ജറ്റ് അവതരണ വേളയിൽ ഒരു പ്രോജക്റ്റ് തന്നെ വയ്ക്കാറുണ്ട്. പക്ഷെ പ്രോജക്റ്റ് വയ്ക്കാറുണ്ട്, അതിന് തുക വയ്ക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ചെയ്തു കാണുന്നില്ല എന്നുള്ളത് നഗരസഭയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വീഴ്ചയാണ്. അതിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇവിടത്തെ സംബന്ധിച്ചൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പലർക്കും തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ ഒരു പ്രളയം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമ്പോഴോ അല്ല ഒരു ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അവർ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് റെയിൽവേ കുറ്റം പറയുന്നത് വെറും 200 മീറ്റർ ചുറ്റളവിലാണ്. ഇന്ന് ഇവിടെ കാണുന്ന ഈ മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരം 200 മീറ്റർ ചുറ്റളവിനകത്ത് വരുന്ന റെയിൽവേയുടെ ആളുകൾ വലിച്ചെറിയാൻ ഇപ്പോൾ വിഷ്വലിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. ഇവിടെ നെറ്റടിച്ചിരിക്കുകയാണ്. ഈ നെറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മാലിന്യം വലിച്ചെറിയാൻ സാധിക്കാത്ത ഹൈറ്റിലേക്ക് നെറ്റടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാലിന്യവും റെയിൽവേയുടേതായിട്ട് ഇതിനകത്ത് വലിച്ചെറിയപ്പെട്ടിട്ടില്ല. ഒരു പ്രാഥമിക കുറച്ചൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ ഇത്രയും വലിയ മാലിന്യം, വലിയൊരു കൂന തന്നെ ഉണ്ടായിട്ടുള്ളത് പുറമേ നിന്ന് ഒഴുകി വരുന്ന മാലിന്യമാണ്. ആ പുറമേ നിന്ന് ഒഴുകി വരുന്ന മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാനോ അത് നിയന്ത്രിക്കാനോ അത് നിർമ്മാർജ്ജനം ചെയ്യാനോ നഗരസഭയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഇന്നലെ ഞങ്ങൾ ആരോപിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ അവസരം മുതലെടുത്ത് രാഷ്ട്രീയമായി സംസാരിച്ചു. പക്ഷേ ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് 95% നഗരസഭയുടെ ബാധ്യതയാണ്, നഗരസഭയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. നഗരസഭ ചെയ്യാത്ത കാര്യത്തിന് നഗരസഭ ജനങ്ങളിൽ നിന്ന് നികുതി പണം ഈടാക്കുന്നത് അവരുടെ പ്രാഥമികമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം, തെരുവുവിളക്ക് കത്തിക്കൽ, റോഡ് പണി, അവരുടെ കുടിവെള്ളം, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു നഗരസഭ ഭരണകൂടം ഇത് ചെയ്യാത്തതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദുരന്തം. ഈ കോടികൾ വകയിരുത്തുന്നു നേരത്തെ പറഞ്ഞു. ഈ കോടികൾ വകയിരുത്തുന്നെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഫലവത്താകുന്നില്ല? ഈ മാലിന്യം പൂർണ്ണമായിട്ടൊരു നിർമ്മാർജ്ജനത്തിലേക്ക് എത്താൻ എന്താണ് അതിൻ്റെ തടസ്സം? എന്താ? ഒരു പ്രോജക്റ്റ് വയ്ക്കുക എന്നുള്ളതിനപ്പുറം ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു ശ്രമവും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൗൺസിൽ യോഗത്തിൽ പോലും ഒരു ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ 3 ദിവസം മുമ്പ് സ്പെഷ്യൽ കൗൺസിൽ യോഗം നടന്നു. അത് ഞങ്ങൾ കൊടുത്തിരുന്നത് മാലിന്യം, നഗരത്തിലെ വെള്ളക്കെട്ടും അതുപോലെ റോഡുകളുടെ തകർച്ചയുമാണ്. അവിടെ പോലും കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് 4 കുറ്റം പറയുക, യോഗം അലങ്കോലപ്പെടുത്തുക, ചർച്ച, ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ മുതിർന്നാൽ പോലും ഇങ്ങോട്ടൊരു ചർച്ചയ്ക്ക് വരാൻ പോലും തയ്യാറാകാത്ത ഒരു ഭരണകൂടമായി നഗരസഭ അധപ്പതിച്ചതിൻ്റെ ഫലമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കും. ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നത് നഗരത്തിലെ തന്ത്രപ്രധാന മേഖലകളിലൂടെയൊക്കെ തന്നെയാണ്. അതായത് നഗരഹൃദയത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇത്രയും മാലിന്യം ഇങ്ങനെ ദിവസം ടൺ കണക്കിന് മാലിന്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. മലിനജലത്തോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഈ പ്രദേശത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഇതിനെ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വീടാന്തരം ചെന്നെത്തി മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഈ നഗരസഭയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഫലവത്താവുന്നില്ല എന്ന് തന്നെയല്ലേ ഈ വീണ്ടും ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ തെളിഞ്ഞു വരുന്നത്?
തീർച്ചയായിട്ടും ഇന്നിപ്പോൾ റെയിൽവേയുടെ 200 മീറ്റർ ചുറ്റളവിൽ ഉണ്ടായെങ്കിൽ ഈ വാർഡിൻ്റെ 12 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് വരുന്ന പാർവതി പുത്തനാറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരാൾ കാല് വഴുതി അതിനകത്ത് വീണാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം അവിടെയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭ കൗൺസിൽ യോഗത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്, നിരന്തരമായി ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രോജക്റ്റും അതിൻ്റെ തുകയും വകയിരുത്തി കരാറുകാരനെ ഏൽപ്പിച്ച് അത് മോണിറ്റർ ചെയ്യാനുള്ള, അത് ചെയ്യാനുള്ള സംവിധാനം ഈ ഭരണകൂടം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വ്യക്തമാണ് പ്രശാന്ത്, വ്യക്തമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്.